ഗൈസ്, വയലറ്റ് വിഷസിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡെസ്കൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതിനൊക്കെ ഒന്നൊരു മേക്ക് ഓവർ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. തന്നെ എൻ്റെ ടേബിളിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കണ്ടില്ലേ എന്താണ് കോലം? ഞാനൊരു ആഴ്ചയായിട്ട് അതുമ്പോൾ തൊട്ടിട്ടില്ല, അതുപോലെ വെച്ചേക്കാം. എന്തായാലും ഓർഗനൈസ് ചെയ്യണമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വെച്ച് പോയത്. അങ്ങനെ ഇതിൻ്റെ കോലം ഇങ്ങനെ ആയത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി മാറ്റി വെച്ച് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് കൂട്ടപ്പനാക്കി എടുക്കണം. ഓൾസോ നമ്മുടെ വോളും എല്ലാതും കൂടി ഒന്ന് മാറ്റി പറിച്ചെടുത്ത് അവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ടേബിൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതൊന്ന് വീണ്ടും വെളുപ്പിച്ചെടുക്കാൻ സത്യം പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ ആ ട്രെൻഡ് ചെയ്ത മഞ്ഞപ്പൊടി ഇടുന്ന ആ സാധനമില്ലേ, അതിൻ്റെ മഞ്ഞ കളറും പിന്നെ ചുവപ്പ കളറും മൊത്തം പിങ്ക് കളറൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിനൊരു വിധത്തിലാണ് ഞാൻ ഒരച്ച് ശരിയാക്കി എടുത്തത്. എൻ്റെ പൊന്നോ. പിന്നെ നമ്മുടെ വാളിൽ ഞാൻ ആ വാൾ ഗ്രിഡ് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ നമ്മൾ നോക്കണ പിൻട്രസ്റ്റിലുള്ള റെഫറൻസിൽ ആ വാൾ ഗ്രിഡ് അങ്ങോട്ട് ഭംഗിയാവണില്ല. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് പറിച്ചെടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മളെ രീതിയിലൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിൻട്രസ്റ്റിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മുകളിൽ കാണിക്കാട്ടോ. നമ്മളൊരു 3 റെഫറൻസ് നോക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. പക്ഷെ അതുപോലെ എക്സാക്ട്ലി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എൻ്റെ കഴിവിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാം. ആദ്യം തന്നെ നമ്മൾ വോള് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വോള് എങ്ങനെ സെറ്റാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോളിൽ ഞാൻ നമ്മുടെ ഈ വാൾ പോസ്റ്റേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വാൾ പോസ്റ്റേഴ്സും എല്ലാം ഇതിൽ ഒരു ഓർഡറിൽ ഒട്ടിച്ചു കൊടുത്തു. അത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് എല്ലാം പിങ്ക് കളറാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ വാളിനോട് വാവ് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാൻ തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ കുറച്ച് ബോസൊക്കെ ഒട്ടിച്ചു കൊടുത്തു, ഒരു ഇൻട്രസ്റ്റി ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം നമ്മുടെ ഓർഗനൈസർ ഇല്ല, വൈറ്റ് കളർ ഓർഗനൈസർ, അത് നമ്മുടെ പെൻ ഓർഗനൈസറാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളിലിട്ട് വെക്കാം. അത് നല്ല ഭംഗിയുള്ളൊരു ഓർഗനൈസറാണ്. കഴിഞ്ഞ ഹാളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പെൻസും സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. അതിലൊരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് എൻ്റെ വക സാധനങ്ങളൊക്കെ അതിൽ വെച്ചത്. പേൾസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്, അവൾ കൊണ്ടുവന്ന് വെക്കണതാണ് ഗൈസ്. ഞാൻ നമ്മുടെ ഈ ഓർഗനൈസറെ പറ്റി പറയാനാണെങ്കിൽ അതെന്തായാലും മസ്റ്റ് ബൈ ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ടേബിൾ നമ്മൾ കറക്റ്റായിട്ട് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് വേർത്താണ്. അതെന്തായാലും നമുക്ക് ഒതുങ്ങി എന്തായാലും ഇരിക്കുന്നതായിരിക്കും. സത്യമായിട്ട് ട്രസ്റ്റ് മീ ഗൈസ്. അടുത്തതായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല ടേബിളുകളിലും കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്റ്റാൻഡ്. അത് ഞാൻ ഈ കാർഡ്ബോർഡ് കൊണ്ട് കട്ട് ചെയ്ത് ശരിയാക്കാമെന്നാണ് വിചാരിച്ചത്. കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അത് ഫുള്ള് കട്ട് ചെയ്താൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾക്ക് വെയിറ്റ് ശരിയാവില്ല. അപ്പം അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് മൊത്തത്തിലൊരു വൈറ്റ് നമ്മുടെ A4 ഷീറ്റ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ പിങ്ക് കളർ കവർ കൊണ്ട് കവർ ചെയ്ത് നമ്മൾ അതിനൊരു പിങ്ക് കുട്ടപ്പനാക്കി എടുത്തേക്കാണ് ഗൈസ്. സത്യം പറയാലോ, ഞാനത് വൈറ്റ് തന്നെ മതി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത്രയും ലെങ്ത്തുള്ള ഒരു വൈറ്റ് പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിങ്ക് പേപ്പർ ഉണ്ടായിരുന്നു, ഒരു പിങ്ക് കവറിങ് ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ അതിനെ പിങ്ക് കളറാക്കി കൊടുത്തു. എങ്ങനെയുണ്ട്? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനതിനെ മൂലയിലോട്ടൊന്ന് ചാരി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടേബിൾ ഡെക്കറായിട്ട് ഉണ്ടാക്കി വെച്ച കുറച്ച് സാധനങ്ങൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തപ്പോൾ ആഹാ സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തുകൊണ്ട് ഇത് മുന്നേ ചെയ്തുകൂടാ എന്ന് ഞാൻ പലതവണ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷെ അതിന് അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്നാണല്ലോ. എങ്ങനെ? അതന്നെ. അടുത്തതായിട്ട് നമുക്കൊരു ബുക്ക് ഓർഗനൈസറാണ് ഗൈസ് വേണ്ടത്. എൻ്റെ ബുക്കുകളെല്ലാം ടേബിളും ഇങ്ങനെ അട്ടിക്കിരിക്കുള്ളൂ, ഒന്നും ഉള്ളിലോട്ട് എടുത്ത് വെക്കില്ല. എടുത്ത് വെച്ചാൽ തന്നെ എടുത്തിട്ട് പിന്നെ വീണ്ടും എടുത്ത് വെക്കാൻ ഞാൻ മറക്കും. അങ്ങനെ നമുക്ക് പുതിയൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയൻ കാണാണ്ട് അവൻ്റെ ഷൂവിൻ്റെ പെട്ടി അടിച്ച് മാറ്റി മുറിച്ച് കഷ്ണങ്ങളാക്കി കാണുന്ന പോലൊക്കെ ഉണ്ടാക്കി. അവൻ കണ്ടിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയത് ഇൻട്രസ്റ്റ് നോക്കിയിട്ടാട്ടോ. അത് ഒരുപാട് സ്പേസ് ഉണ്ട്, കുറേ ബുക്കുകൾ ഇതിൽ കൊണ്ട് എൻ്റെ ടേബിളൊക്കെ നന്നായി ഒതുങ്ങിയത്. കാരണം ഒരുപാട് ബുക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി. അതെന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് പിങ്ക് കളർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണമല്ലോ. കാരണം മൊത്തത്തിലൊരു പിങ്ക് മയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതായിട്ട് കുറയ്ക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിത് എന്ത് ചെയ്തു, ഒരു പിങ്ക് കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാ ബുക്കുകളും അതിലോട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ ഭംഗി, എന്താ രസം, മാഷാ അല്ലാഹ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. ഓക്കെ, ബൈ.